ഇതൊരു മുംബൈ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അവതക്കുട്ടി അലീനെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും ഈ വീട്ടില് എന്തൊക്കെ നടക്കുന്നെന്ന് ആരും ശ്രദ്ധിക്കാറില്ല, ഇവിടെ അവനും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അവതക്കുട്ടി പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ആഹാരം കൊടുക്കും, കഴിക്കും, അവന്റെ കാര്യം നോക്കും പോവും. പക്ഷേ പൈസകൾ മാത്രം എന്തൊക്കെ വാരി എറിയുന്നതെന്ന് അവന് തന്നെ അറിയില്ല. പക്ഷേ ഇപ്പോഴല്ലേ ഇതൊക്കെ ശ്രദ്ധിക്കാനൊക്കെ മോൾ ഇവിടെ ഉണ്ടായത്, ഞാനും വല്ലപ്പുഴയിലേ വന്നിട്ട് പോകുന്നത് എന്നൊക്കെ അവതക്കുട്ടി പറയുന്നുണ്ട്. ഇപ്പോഴാ ഈ വീട്ടില് ഒരു ആളനക്കം തന്നെ ഉണ്ടായത്, അല്ലെങ്കിൽ ഒരു പ്രേതാലയം പോലെ ഞാൻ വരുമ്പോ കിടക്കും. അവനാണെങ്കിൽ ഒരു മൂലയ്ക്ക് ഇരിക്കും ഒരിടത്ത്, അല്ലെങ്കിൽ ചില ദിവസം വരുമ്പോ കാണില്ല. സമയത്തിന് ആഹാരം കൊണ്ട് മരു കൊടുക്കും, അതാ എവിടെയൊക്കെ ജോലി. എന്തായാലും ഇപ്പോഴത്തേക്ക് മോൾ വന്നത് ഒട്ടും ഇഷ്ടമായില്ല, എങ്ങനെയെങ്കിലും പറഞ്ഞയക്കണമെന്ന് പറഞ്ഞിട്ടാ എന്നെ ഇങ്ങോട്ട് കടത്തി വിട്ടത് തന്നെയാ. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, ആ സമയത്ത് എന്നെ പുറത്താക്കണമെന്നായിരുന്നല്ലോ അപ്പച്ചന് തീരുമാനം എന്നൊക്കെ പറയുന്നുണ്ട്. അതങ്ങനെയല്ല, പക്ഷെ എന്നെ കണ്ടപ്പോഴത്തേക്കും അമ്മമാർക്ക് പേടിയുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഉടനെ തന്നെ മോളെ ഇറക്കി വിടുമെന്ന്. പക്ഷെ ഇപ്പോഴേ എന്നെയും ആ പേടിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും മോളെ കൂട്ടുകൂടിയ പിന്നെ അവന്മാരിപ്പം വിചാരിക്കുക, എങ്ങനെയാ ഞാനും നീയും കൂടെ ഇത്രത്തോളം അടുത്തതെന്ന്. പക്ഷേ ആ മണ്ടന്മാർക്ക് ഇതൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് അലീന ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് സ്റ്റാൻലി ജോസഫ് വരുന്നുണ്ട്. വന്നിട്ട് ചോദിക്കുക, എന്താ രണ്ടുപേരും കൂടെ പറയുന്നത്, ഞാനും കൂടെ ഒന്ന് കേട്ട് ചിരിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ചിരിക്കാൻ പറ്റിയ കാര്യമൊന്നുമല്ല പറയുന്നത്, ഈ വീട്ടിലെ കാര്യങ്ങൾ ഓരോന്നും പറയുമായിരുന്നു. എന്താ കാര്യം? ആ സമയത്ത് സ്റ്റാൻലി ജോസഫ് അലീനടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ കാര്യം, എൻ്റെ അടുത്ത് പറഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഞാൻ പൗലോസിന്റെ കാര്യമൊക്കെ പറയുന്നത്, അടുക്കളയില് പല കാര്യങ്ങളും കണ്ടില്ലാന്ന് നടിക്കേണ്ടിയിരിക്കുന്നു എന്നാ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ വിചാരിക്കുന്നത്, ഒരു വീട്ടിലെ സാധനങ്ങളൊക്കെ എന്തൊക്കെ വേണം, അതൊക്കെ അനാവശ്യമായിട്ട് കളയാൻ പാടില്ല എന്ന് എനിക്കൊരു നിർബന്ധമുണ്ട്. അത് ഞാൻ എവിടേക്ക് പോയിരുന്നാലും എനിക്ക് അങ്ങനെ തന്നെയാ എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതൊക്കെ അന്വേഷിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഒരു തരത്തില് കാശുണ്ടാക്കാൻ രീതിയിലാണ് അയാളുടെ ആ സംസാരവും പ്രവൃത്തിയെല്ലാം. അത് എനിക്കൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല. അത് മാത്രമല്ല ഇവിടുത്തെ വേലക്കാരിയല്ലേ എന്നൊക്കെ എൻ്റെ അടുത്ത് തിരിച്ചിങ്ങോട്ട് പറയുന്നത്. ആരാ അവൻ അങ്ങനെ പറഞ്ഞോ, ഞാൻ അവനോട് വിളിച്ച് ചോദിക്കാലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ വന്ന അന്ന് മുതൽ ഞാൻ അലീനടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തായാലും അവർ ആ അടുക്കളയിലുള്ള ഒരു കാര്യം മോൾ അന്വേഷിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും അന്വേഷിക്കുന്നില്ല എങ്കിലും ആഹാരം വെക്കുക എന്നുള്ളത് കടമ എനിക്കുണ്ട്. ഞാനത് എവിടെ പോയിരുന്നാലും ഞാനത് ചെയ്യും. എന്തായാലും അവിടെ എന്തൊക്കെ ആവശ്യത്തിന് വേണം എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ അനാവശ്യമായിട്ട് ഇവിടെ അങ്ങനെയാ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കതൊന്നും കണ്ടിട്ട് പോലും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പ്രതികരിക്കുന്നതൊക്കെ നല്ല ശീലങ്ങൾ തന്നെയാണ് എന്നൊക്കെ അവതക്കുട്ടി പറയുന്നുണ്ട്. എൻ്റെ ചിന്നമ്മ പണ്ട് അങ്ങനെയായിരുന്നു, എല്ലായിടത്തും ഒരു അടുക്കും ചിട്ടയും ഉണ്ടായിരുന്നു അവൾക്ക്, അതേ ശീലം മോക്കും ഉണ്ട് എന്നൊക്കെ അവതക്കുട്ടി പറയുന്ന കേട്ടിട്ട് സ്റ്റാൻലി ജോസഫ് പറയുക, എന്തായാലും അച്ഛനാണെങ്കിൽ എപ്പോഴും ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചോദിച്ചത് ബാലചന്ദ്രനെ കുറിച്ചായിരുന്നു. ബാലചന്ദ്രനാണെങ്കിൽ എന്തായാലും എല്ലാ കാര്യത്തിനും ഞാനാ എല്ലാം ചെയ്തു കൊടുക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാത്തിനും ഞാൻ ഓടി നടന്ന് അല്ലെ എല്ലാവർക്കും തൃപ്തി വരുള്ളൂ. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ആ വീട്ടിലെ ഞാനായിരുന്നു ഫുള്ള് എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത്. എല്ലാ കാര്യങ്ങളെന്ന് വെച്ചാൽ വീട്ടിലെ സകലതും. പക്ഷേ ഒരു കാര്യം ഉണ്ടായിരുന്നു, എന്നെ ശത്രുവായിട്ട് കണ്ടിരുന്ന ഒരേ ഒരാളെ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അത് ആരാന്നറിയാലോ, എൻ്റെ അമ്മ. പക്ഷേ എന്നെ തിരിച്ചറിയുന്ന ആ ദിവസം ഞാൻ വിചാരിച്ചു അവിടെ വെച്ചായിരുന്നെങ്കിൽ എന്ന് എനിക്ക് കാണുകയും ചെയ്യായിരുന്നു ആ അമ്മയുടെ ആ എക്സ്പ്രഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അത് ഉടനെ തന്നെ നടക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് സ്റ്റാൻലി ജോസഫ്. ആ സമയത്ത് അവതക്കുട്ടി പറയുക, എന്തിനാ കാണണേ, ഇനി ആരെയും കാണണ്ട, ഇവിടെ നിന്ന് വന്നേല്ലേ, ഇനി അവിടേക്ക് തിരിച്ച് പോകേ വേണ്ട മോള് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അലീന പറയുക, എനിക്ക് ഇനി ഒരിടം പോകണമെന്ന് താല്പര്യമില്ല. പക്ഷേ എന്നെ അച്ഛൻ എവിടെയാണോ കൊണ്ടുവിട്ടത് അവിടെ നിൽക്കാനാണ് എനിക്കിഷ്ടം. അത് എവിടെ കൊണ്ടാക്കിയാലും ഞാൻ പോകും. അത് പറയുമ്പോൾ ഞാൻ അനുസരിക്കുകയും ചെയ്യുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അത്രയ്ക്ക് സ്നേഹമാണോ ബാലചന്ദ്രൻ്റെ അടുത്ത് എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് ആദ്യമായിട്ട് അച്ഛാന്ന് വിളിച്ച് ആള്, അത് മാത്രമല്ല ഒരുപാട് സ്നേഹവും തന്ന്, അതൊന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാ. അതുകൊണ്ട് മാത്രമാണ് എന്നെ ഇങ്ങോട്ട് വിട്ടപ്പോഴത്തേക്കും എല്ലാവരും എന്താ സന്തോഷവും ഇല്ലായെങ്കിൽ കൂടെ എന്നെ നല്ലൊരു
രാജകുമാരിയെ പോലെ പോണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. അതുപോലെ തന്നെ എല്ലാവരും കൂടെ ഒരുക്കി എന്നെ ഇങ്ങോട്ട് വിട്ടത് കണ്ടായിരുന്നില്ലേ? അതിനേക്കാളും ഒരുക്കി ഞാൻ മോളെ എല്ലായിടത്തും കൊണ്ടുപോകും. അപ്പോഴത്തേക്കും ആ സമയത്ത് പറയുന്നുണ്ട്, അങ്ങനെയല്ല പറഞ്ഞത്, പക്ഷേ സമ്പന്നതയിൽ കൂടെ ഏറ്റവും കൂടുതൽ ഒരുങ്ങുകയോ കൂടുതൽ ആഭരണങ്ങൾ വാങ്ങുകയോ അതിലല്ല കാര്യം. സ്നേഹം, അത് മാത്രം, ഒരു അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം, അത് മാത്രമേ ഞാൻ കൊതിക്കുന്നുള്ളൂ. പക്ഷേ അവർക്ക് എന്നെ കാണാൻ ആ രീതിയിൽ കാണാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം എന്നെ ആ രീതിയിൽ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് തന്നെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും മോള് ആരെയും കുറ്റപ്പെടുത്താതെ ഉള്ള സംസാരം എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്കൊന്നും പിടിക്കാത്തതെന്ന് വെച്ചാൽ ആ ഓർഫനേജിന്റെ കാര്യം പറയുന്നതാ. അതിനി അങ്ങ് മറന്നേക്കണം മോൾ എന്നൊക്കെ പറയുന്നുണ്ട് അവതക്കുട്ടി. ആ സമയത്ത് പറയുന്നുണ്ട് അലീന, ഞാൻ അത് മറക്കാനോ? അത് ഒരിക്കലും മറക്കില്ല. അത് മറന്നു കഴിഞ്ഞാൽ പിന്നെ അലീന ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് ഞെട്ടലോടെ അവതക്കുട്ടി പറയുക, എന്തായാലും ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, മോളിന് എല്ലാ കാര്യത്തിലും ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു തോന്നലുണ്ടായിരിക്കണം. ഏത് കാര്യം എന്ത് ഞങ്ങളുടെ അടുത്ത് തുറന്ന് പറയാം. ആ ഒരു സ്വാതന്ത്ര്യം എനിക്ക് കൊടുത്തിട്ടുള്ളത് മോക്ക് മാത്രമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് സ്റ്റാൻലി ജോസഫ് പറയുന്നുണ്ട്, എൻ്റെ ഒരു കാര്യം ഞാൻ പറയാം, പക്ഷേ എനിക്ക് ഇപ്പോൾ ഒരു ആഗ്രഹം തോന്നുന്നുണ്ട്, എനിക്കിപ്പോൾ ഒരു ആളെ കാണുന്നു തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ചോദിക്കുന്നുണ്ട് അവതക്കുട്ടി, ആരെയാ? എനിക്ക് കാണാൻ തോന്നുന്ന ആള് വൈജയന്തി, കുറേ വർഷങ്ങളായി, 23 വർഷങ്ങൾക്കപ്പുറം. പക്ഷേ ആ സമയത്ത് കണ്ട വൈജയന്തിയാണോ ഇപ്പോഴെന്ന് എനിക്കൊന്ന് കാണണം. വേറൊന്നും വേണ്ട, മിണ്ടണ്ട, സംസാരിക്കുക, ഒന്നും ചെയ്യണ്ട, പക്ഷേ എനിക്ക് ഒരു നോക്ക് കണ്ടാൽ മതി, അത് ഏത് വിധേനയും ഞാൻ കാണും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അവതക്കുട്ടി പറയുക, വേണ്ട, ഇത് റീതമ്മ അറിഞ്ഞാൽ അറിയാലോ, ഇനി നിനക്കൊരു കുടുംബം ഉള്ളതാ, നീ ഇനി കാണുകയോ മിണ്ടുകയോ സംസാരിക്കുകയോ ഒന്നും വേണ്ട. രണ്ടുപേർക്കും 2 കുടുംബങ്ങളുണ്ട്, അത് മാത്രം മനസ്സിലാക്കുക എന്നൊക്കെ അവതക്കുട്ടി പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ അലീന പറയുക, അത് ശരിയാ, ഇനി കാണേണ്ട ഒരു ആവശ്യമില്ല. പണ്ട് കണ്ടിരുന്നെങ്കിൽ എന്നെയും കാണായിരുന്നു, അമ്മയും കാണായിരുന്നു, ഒരുമിച്ച് ജീവിക്കാമായിരുന്നു എല്ലാവർക്കുമായിട്ട് സന്തോഷത്തോടെ. പക്ഷേ ഇനി അത് കഴിയില്ലല്ലോ. എല്ലാവർക്കും കുടുംബങ്ങളായി, അവരവരെ സ്നേഹിക്കുന്ന ആൾക്കാരായി. ഇപ്പോൾ ഞാൻ മാത്രമാണ് ഇവിടുത്തെ അധികപ്പറ്റാന്ന് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊന്നും പറയരുത്, ഇനി ഈ വാക്ക് പോലും പറയുന്നത് ഞാൻ കേൾക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് സ്റ്റാൻലി ജോസഫ്. ആ സമയത്ത് വീണ്ടും പറയുക, ഇല്ല, ഞാനാണെങ്കിൽ ദൂരെ നിന്ന് ഒരു നോക്ക് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അത് വേറെ ഒന്നിനുമല്ല, കാണാൻ ഒരു ആഗ്രഹം, അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ സ്റ്റാൻലി ജോസഫിൻ്റെ അടുത്ത് അലീന പറയുന്നുണ്ട്, ഞാനിതിൽ ഒന്നും പറയാനില്ല, എന്തായാലും ഈ കാര്യം ആരും അറിയാൻ പാടില്ല. ഒന്നത് അച്ഛനറിഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നറിയില്ല. ആ സമയത്തിന് ഒന്നിൽ ആ വീട്ടിൽ നിന്ന് പോകും, അല്ല എങ്കിൽ അമ്മയുടെ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടായിരിക്കും. അത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ഞാനൊരു പ്രശ്നത്തിനൊന്നും ഇല്ലല്ലോ പോകുന്നത്, ദൂരേന്ന് ഒരു നോക്ക് കാണണം. ഞാൻ വർഷങ്ങളായി കണ്ടിട്ടുള്ള വൈജയന്തിയെ എനിക്ക് ഇപ്പോൾ എങ്ങനെയായിരിക്കുന്നതെന്ന് കാണാനൊരാഗ്രഹം, അത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് വീണ്ടും അവതക്കുട്ടി പറയുക, നിന്റെ ഇഷ്ടം പോലെ എനിക്കിനി ഇതിലൊന്നും പറയാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ആ സമയത്ത് പൗലോസ് എല്ലാവർക്കും ചായ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ചായ കൊടുത്തുന്ന സമയത്ത് അലീനയ്ക്ക് കൊടുത്തപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് അലീനെ. ആ സമയത്ത് അലീനെ ചോദിക്കുക, എല്ലാവർക്കും ചായ കൊടുത്തപ്പോഴത്തേക്ക് ഒന്നും മിണ്ടിയില്ല, പക്ഷേ എന്താ എനിക്ക് ചായ തന്നപ്പോഴത്തേക്ക് ഇത്ര ദേഷ്യം നിങ്ങൾക്ക്, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് എന്താണെന്ന് അറിയില്ലേ, ഞാനാണെങ്കിൽ എങ്ങനെയാ ഈ വീട്ടിൽ എത്ര കൊല്ലം കൊണ്ട് നിൽക്കുകയെന്നറിയാവോ? എന്നിട്ട് ഇതുവരെയായിട്ട് എന്നെ ആരെയും ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല, പക്ഷേ ഇന്നലെ കയറിയുന്ന നീ എന്നെ ഇന്നലെ എന്തൊക്കെയാ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് സ്റ്റാൻലി ജോസഫ് പറയുക, ആരെയാ നീ എന്നൊക്കെ വിളിക്കുന്നത്? ഈ വീട്ടിലെ ഒരു കുട്ടിയാ, ആ ഒരു ബഹുമാനം എല്ലാം അവൾക്കും കൊടുക്കണം, അല്ലാതെ ഇനി അവൾ പറയുന്നത് പോലെ കേൾക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഈ വീട്ടിൽ നിന്നാൽ മതി എന്നൊക്കെ പൗലോസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ആ സമയത്ത് ഡ്രൈവറിൻ്റെ അടുത്തൊക്കെ പറയുന്നുണ്ട്, എന്തായാലും എന്നെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അവള്, പക്ഷേ ഇപ്പോഴത്തേക്കും അവളെ വശത്ത് നിന്ന് എന്നെ കൂടെ സാറിനെ തള്ളി പറഞ്ഞു, വഴക്ക് പറഞ്ഞു, അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നീ എന്തിനാ ആ പെണ്ണിനെ വഴക്ക് പറയാൻ പോയത് എന്നൊക്കെ ഡ്രൈവർ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ പറഞ്ഞു പോകില്ലേ, അങ്ങനത്തെ കാര്യമില്ലേ എൻ്റെ അടുത്ത് വന്ന് അധികാരം കാണിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് അവൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്നൊക്കെയല്ലേ പറയുന്നത്, അവൾ ഈ വീട്ടിലെ കുട്ടിയാന്ന് പറയല്ലേ, അപ്പോഴത്തേക്കും ആ ഒരു രീതിയിലേ കാണിക്കത്തുള്ളൂ. ഇനി അതനുസരിച്ച് നിൽക്കാൻ പറ്റുമെങ്കിൽ നീ നിൽക്കണം, അല്ലെങ്കിൽ നീ നിന്റെ കാര്യം നോക്കി പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ഞാനാണെങ്കിൽ എൻ്റെ കാര്യം നോക്കി തന്നെ നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്.
ഇത് കേട്ട ഉടനെ തന്നെയാണ് അലീന അവിടേക്ക് വരുന്നുണ്ട്. എന്താ, എന്നെക്കുറിച്ചാണോ പറയുന്നത്? ഞാൻ വേറെ ആരെയും ഒരു കുറ്റമല്ല പറയുന്നത്. പക്ഷേ ഇവിടെ നല്ല രീതിയിൽ സത്യസന്ധതയായിട്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിന്നാൽ മതി. അല്ലെങ്കിൽ ആരും നിർബന്ധിക്കുന്നില്ല. ഈ പറയുന്ന ജോലികളൊക്കെ ഒരു വീട്ടിൽ നിന്ന് ഞാൻ ചെയ്തിട്ടുള്ളതാ. എനിക്കും ജോലികളെല്ലാം അറിയാം, ഞാനും ചെയ്തോളാം. ആഹാരം വെച്ച് കൊടുക്കുന്നത് വലിയ പണിയൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട് അലീന. ഇത് കേട്ടത് മിണ്ടാതെ നിൽക്കുന്നുണ്ട് എല്ലാവരും. ആ സമയത്ത് അലീന തിരിഞ്ഞു പോകുന്ന സമയത്ത് പറയുക, കണ്ടോ ഇവളെ അഹങ്കാരം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അലീന തിരിഞ്ഞു നോക്കി പറയുക, എനിക്ക് ഒരു അഹങ്കാരവും ഇല്ല. എന്നെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ ആരും നിൽക്കണ്ട. നല്ല രീതിയിലാണെങ്കിൽ ഞാൻ നല്ലതുപോലെ സംസാരിക്കും. പക്ഷേ എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്നെ തന്നെ പിടിച്ചാൽ കിട്ടില്ല. അതാ എൻ്റെ സ്വഭാവം. അതുകൊണ്ട് എന്നെക്കൊണ്ട് വേറൊരു മുഖം കാണിപ്പിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും പറയുന്നുണ്ട് പൗലോസ്, കണ്ടോ മിണ്ടാപ്പൂച്ച പോലെ വന്ന കുട്ടിയാ, ഇപ്പം കണ്ടില്ലേ കാണിക്കുന്നത്, എന്തൊക്കെ കാണാൻ ഇനി കിടക്കുന്നുണ്ട് അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. അങ്ങനെ അവതക്കുട്ടി പറയുക, നമുക്ക് പുറത്തോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാം, എപ്പോഴും ഈ വീട്ടിലല്ലേ ഇരിക്കുന്നേ എന്നൊക്കെ പറയുന്നുണ്ട്. അത് ശരിയാ, നമുക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ നടന്ന് ഓരോ വിശേഷങ്ങൾ പറഞ്ഞ് നടക്കുന്നുണ്ട്. ആ സമയത്ത് പറയുന്നുണ്ട് സ്റ്റാൻലി ജോസഫ്, ഞാനാണെങ്കിൽ ഒരു സ്ഥലത്ത് വരെ പോവുക, കുറച്ച് താമസിക്കും, പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ബാലചന്ദ്രനെ വിളിക്കുന്നുണ്ട്. എവിടെയാ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. വീട്ടിലാണെന്ന് പറയുകയും എങ്ങനെയാ അലീന എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും അവൾ സന്തോഷത്തിലാണല്ലോ ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ വീട്ടിൽ അവൾ സന്തോഷമായിട്ടായിരിക്കുന്നത്, അങ്ങോട്ട് വിളിച്ചില്ലായിരുന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ എവിടെയെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ, എനിക്ക് അങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അപ്പോഴത്തേക്കും കാണാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ, എപ്പോഴും വേണമെങ്കിലും ഇവിടേക്ക് വരാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എനിക്ക് അങ്ങോട്ട് വരണമെന്ന് താല്പര്യമില്ല, എന്നാലും കൂടെ അലീനയെ കൂടെ കൂട്ടാവോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അങ്ങോട്ടേക്കാണ് വരുന്നതെന്ന് അലീന അറിയുന്നില്ല, എനിക്ക് വേറൊരു ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചതെന്നൊക്കെ പറയുന്നു. ശരി, എന്നാൽ വരാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ വരിക എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഉടനെ തന്നെ ഗംഗാധരനെ വിളിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ അറിഞ്ഞായിരുന്നോ, അയാൾക്കിപ്പം കാണണമെന്ന് വൈജയന്തി ആയിരിക്കും, അതുകൊണ്ടായിരിക്കും എന്തോ ആവശ്യത്തിന് വരുവാന്ന് പറഞ്ഞത്. ഞാൻ എന്താ വെച്ചാലും വരണ്ടെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, വരണമെങ്കിൽ വരട്ടെ, കാണട്ടെ, കാണുമ്പോൾ തന്നെ അവള് എല്ലാം അറിയുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും ഉടനെ പറയുക, എന്ത് പറഞ്ഞിരുന്നാലും ഉടനെ തന്നെ വൈജയന്തിയുടെ പേരിൽ കുറ്റം കൊണ്ട് ചുമത്താൻ വേണ്ടി മാത്രമേ ബാലചന്ദ്രൻ അറിയുള്ളൂ. ഇനിയെങ്കിൽ നിർത്തിക്കൊണ്ടേ ബാലചന്ദ്ര, അവളെ ഇനി ഇത്രത്തോളം ദ്രോഹിച്ചത് പോരെ, ഇനിയും വേദനിപ്പിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞാനാ വേദനിച്ചത്, നിങ്ങളിപ്പോൾ എന്താ വേദനിച്ചത് എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് സ്റ്റാൻലി ജോസഫ് ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഇറങ്ങി പോകുമ്പോൾ സമയത്ത് ബാങ്കിൻ്റെ അവിടെ നിന്ന് നിൽക്കുക. എന്തായാലും എങ്ങനെയെങ്കിലും ഞാൻ വിചാരിച്ച കാര്യം നടത്തണം, എനിക്കത് കാണണം എന്നൊരു ആഗ്രഹത്തോടെ കാറിൽ തന്നെ ഇരിക്കുക. ആ സമയത്ത് വൈജയന്തി ബാങ്കിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ വരുന്നതും പെട്ടെന്ന് തന്നെ കാറിൻ്റെ അടുത്ത് വെച്ച് കാണുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം നോക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ രണ്ടുപേരും ഞെട്ടി ഇങ്ങനെ നോക്കുക. അതുമാത്രമല്ല, നോക്കിയ ശേഷം ഉടനെ തന്നെ കാറും എടുത്ത് പോകുന്നുണ്ട് സ്റ്റാൻലി ജോസഫ്. അങ്ങനെ അലീനയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് അതുപോലെ വിചാരിക്കുന്നുണ്ട്. എന്തായാലും വൈജയന്തിക്ക് ഒരു മാറ്റവുമില്ല, പണ്ടത്തെ പോലെ തന്നെയാണ്. എന്തായാലും എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു, കാണാൻ പറ്റി, ഇനിയൊരു കാണൽ ഉണ്ടാകില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് സ്റ്റാൻലി ജോസഫ് പോവുകയാണ്. എന്നാൽ ഒരു നിമിഷം നിശ്ചലമായി നിന്നുകൊണ്ട് വൈജയന്തി ഇങ്ങനെ ചിന്തിക്കുകയാണ്, അയ്യോ ഇത് സ്റ്റാൻലി ജോസഫ് അല്ലേ എന്നൊക്കെ പെട്ടെന്ന് നെറ്റിത്തെരിച്ച് പിന്നെ പെട്ടെന്ന് കാറിൽ ഇരുന്ന് പോവുകയും ചെയ്യുന്നു. വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് പണ്ടത്തെ ഓർമ്മയും അതുപോലെ തന്നെ എന്തിനാ ഇപ്പോൾ എന്നെ കാണാൻ വന്നത്, ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്, ഇതൊക്കെ കൊണ്ടാണോ ബാലചന്ദ്രൻ എൻ്റെ അടുത്ത് ഇത്രയും വെറുപ്പ് കാണിക്കുന്നത്, എന്തെങ്കിലും അറിഞ്ഞോ എന്നുള്ള ഒരു ചിന്തയോട് കൂടെ പോകുന്ന